വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പല കുട്ടികൾക്ക് വരുന്ന സംശയമാണ്. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്കിപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ അസൈൻമെന്റ് എന്തെങ്കിലും കാരണവശാൽ സബ്മിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്. അപ്പം നമുക്ക് നോർമലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം തരുന്നത് യൂണിവേഴ്സിറ്റി പറയുന്ന ടൈമിനുള്ളിൽ അസൈൻമെന്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ നമ്മളിപ്പോൾ നോർമലി പറയുമ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എക്സാം എഴുതി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു മാർക്ക് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു അസൈൻമെന്റിന്റെ മാർക്ക് കൂടെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു അസൈൻമെന്റും അതുപോലെ തന്നെ നിങ്ങളുടെ ടേം ആൻഡ് എക്സാമും നിങ്ങൾക്ക് അത് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അസൈൻമെന്റ് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ട് പബ്ലിഷ് ആവത്തുള്ളൂ. അതല്ലാതെ ഏതെങ്കിലും അസൈൻമെന്റോ അല്ലെങ്കിൽ എക്സാംസോ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു പെൻഡിങ് എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ നോട്ട് സബ്മിറ്റഡ് എന്നുള്ള രൂപത്തിലാണ് കാണിക്കുക. അപ്പം പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിറ്റി പറയുന്ന ടൈമിനുള്ളിൽ തന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ടൈമാണെങ്കിൽ അസൈൻമെന്റ് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എക്സാംസും എഴുതിയെടുക്കുക. അപ്പം നമുക്കിപ്പോൾ സെമിസ്റ്റർ വൈസ് ആണ് നമുക്ക് എക്സാംസ് വരുന്നത്, ഇയർ വൈസ് ഒന്നും അല്ല. അപ്പോൾ സെമിസ്റ്ററിൽ നമുക്ക് ഇത്ര പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് മാത്രമേ വരുന്നുള്ളൂ. അതും വളരെ ചുരുങ്ങിയ പേപ്പേഴ്സ് മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഓരോ സെമ്മിലാണെങ്കിലും നമുക്ക് 4 പേപ്പേഴ്സ് വീതം മാത്രമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പേഴ്സ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അസൈൻമെന്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യുക. ഇനിയിപ്പം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു അസൈൻമെന്റ് ലാസ്റ്റ് ഡേറ്റിന് ശേഷം നമുക്ക് ഫൈനോട് കൂടിയിട്ടുള്ള ഡേറ്റ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അസൈൻമെന്റ് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ അസൈൻമെന്റ് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എക്സാംസിന്റെ ടൈം അടുപ്പിച്ച് എക്സാംസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എഴുതിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ കംപ്ലീറ്റ് സർവീസും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്